4 പതിറ്റാണ്ട് കാലം വളരെ രഹസ്യമായി സൂക്ഷിച്ച കൊലപാതക വിവരങ്ങൾ പ്രതി തന്നെ സ്റ്റേഷനിലെത്തി പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. അത് കേരളത്തിലെ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസാണ്. ഇപ്പോൾ ആ ഒരു കേസിൽ നിർണായക കണ്ടെത്തൽ നടത്തിയിരിക്കുകയാണ് നമ്മുടെ കേരള പോലീസ്. എന്താണ് ആ കണ്ടെത്തൽ? കഴിഞ്ഞ ഒരു വർഷക്കാലം കേരള പോലീസിനെ വട്ടം ചുറ്റിച്ച ഒരു കേസാണ് ഈ കൂടരഞ്ഞിലെ മുഹമ്മദിന്റെ വെളിപ്പെടുത്തൽ. 2025 ഇതേ സമയം ജൂൺ മാസം 5-ാം തീയതി മലപ്പുറം ജില്ലയിലെ വേങ്ങര പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മദ്യപാനി കയറി വരുന്നു. ഇയാളുടെ പേര് മുഹമ്മദ് എന്നാണ്. ഇയാൾ ആ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് ആദ്യം ആവശ്യപ്പെട്ടത് തനിക്ക് CIയെ കാണണമെന്നായിരുന്നു. CI അവിടെ ഇല്ല എന്ന് അറിയിച്ച പോലീസുകാരോട് തനിക്കൊരു നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തൽ നടത്തണമെന്ന് ഇയാൾ പറയുന്നു. തനിക്ക് എന്താണ് പറയണം എന്നുള്ള ഈ പോലീസുകാരുടെ ചോദ്യത്തിന് മുഹമ്മദ് പറയുന്നു, താൻ ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ട്. ഇത് ഏകദേശം 40 വർഷങ്ങൾക്ക് മുൻപാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് വെളിപ്പെടുത്താനുള്ള കാരണം ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ തനിക്ക് തൂക്കുമരം വിധിക്കുകയാണെങ്കിൽ പോലും അത് ഏറ്റുവാങ്ങി തൻ്റെ ജീവിതത്തിനൊരു ശുദ്ധീകരണം വേണം. കഴിഞ്ഞ 40 വർഷമായിട്ട് തനിക്കൊരു സ്വസ്ഥമായിട്ടുള്ളൊരു ജീവിതം സാധ്യമായിട്ടില്ല. ഇനിയെങ്കിലും എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് ശിക്ഷ നേടി തനിക്കൊരു ശുചീകരണം നേടണം എന്നുള്ളതാണ് ഇയാളുടെ ആവശ്യം. ആദ്യഘട്ടത്തിൽ ഒരു മദ്യപാനിയാണ് ഈ വിവരം വന്ന് പോലീസിൽ പറയുന്നത്. അതിൻ്റെതായ ഗൗരവത്തോടെയാണ് പോലീസ് എന്ന് ആ ഒരു വിഷയമെടുത്തത്. എന്നാൽ ഇയാൾ പറയുന്നത് അന്വേഷിക്കുക എന്നുള്ളത് പോലീസിൻ്റെ ജോലിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു അന്വേഷണം വരും. അങ്ങനെ ഇത് വേങ്ങര പോലീസ് സ്റ്റേഷനിൽ ഇയാൾ വന്ന് വെളിപ്പെടുത്തിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾ പറയുന്നത് പ്രകാരമാണെങ്കിൽ ഇത് കൂടരഞ്ഞിയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഇത് 1986 നവംബറിൽ നടക്കുന്ന സംഭവമാണ്. ഈ 1986 നവംബറിൽ നടക്കുന്ന സംഭവമാണ് ഇയാൾ വന്ന് ഈ 2025 ജൂൺ മാസം 5-ാം തീയതി വേങ്ങര പോലീസ് സ്റ്റേഷനിൽ വന്ന് പറയുന്നത്. അങ്ങനെ വേങ്ങര പോലീസ് ഈ വിവരം തിരുവമ്പാടി പോലീസിന് കൈമാറുന്നു. അതായത് ഒരു ഇൻറ്റിമേഷനാണ് കൊടുക്കുന്നത്. അങ്ങനെ വേങ്ങര പോലീസ് തന്നെ ഇത് ആദ്യഘട്ടത്തിൽ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം അതേപടി തന്നെയാണ്. കാരണം കൂടരഞ്ഞിയിൽ അത്തരമൊരു സ്ഥലമുണ്ട്, അവിടെ അങ്ങനെ ഒരു മരണം നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ അങ്ങനെ ഒരു മരണവും നടന്നിട്ടുണ്ട്. കാരണം അന്നേ ദിവസം, അതായത് 1986 പ്രസിദ്ധീകരിച്ച അവിടെ അച്ചടിച്ചു വന്ന മലയാള മനോരമ പത്രത്തിൻ്റെ ഉൾപേജിൽ ഒരു 2 വരി വാർത്തയുണ്ട്. അത് കൂടരഞ്ഞിയിൽ മിഷൻ ഹോസ്പിറ്റലിന് സമീപമുള്ള പാടശേഖരത്തിലെ ഒരു ചെറിയ തോട്ടിൽ ഒരു 22 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു യുവാവിൻ്റെ മൃതദേഹം കണ്ടെത്തി. അജ്ഞാത മൃതദേഹമാണ് എന്നുള്ളതായിരുന്നു അന്നത്തെ വാർത്ത. അങ്ങനെ ആ ഒരു വ്യക്തി അവിടെ ഇയാൾ പറയുന്നത് പ്രകാരം അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. പക്ഷേ ഇത് എങ്ങനെ കൊല്ലു, ഇതാരാണ് മരണപ്പെട്ടത് എന്നുള്ളൊരു വിവരം പോലീസിനെ കിട്ടിയില്ല. അതിനിടെ മുഹമ്മദിൻ്റെ 2ാമത്തെ ഒരു വെളിപ്പെടുത്തൽ കൂടി വരുന്നു. അതുകൂടി കേട്ടപ്പോൾ പോലീസ് ആകെ ഞെട്ടിപ്പോയി. അത് 2ാമത്തെ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ ഇയാൾ 2ാമതൊരു കൊലപാതകം കൂടി ചെയ്തിട്ടുണ്ട്. അതെവിടെയാണെന്ന് വെച്ചാൽ കോഴിക്കോട് ജില്ലയിലെ വെള്ളയിൽ കടപ്പുറത്ത് ഇയാൾ കഞ്ചാവ് ബാബു എന്നറിയപ്പെടുന്ന മറ്റൊരു വ്യക്തിയുമായി ചേർന്ന് ഒരു കൊലപാതകം, ഒരു വ്യക്തിയെ കൂടി പുതപ്പിച്ചിട്ടുണ്ട് എന്നായിരുന്നു ഇയാൾ പോലീസിന് നൽകിയ മൊഴി. പുതപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കൊലപാതകം നടത്തി. അതിനുശേഷം ഈ കഞ്ചാവ് ബാബു എവിടെയാണെന്നറിയില്ല, അന്ന് കൊലപ്പെടുത്തിയ ആളെയും അറിയില്ല. അങ്ങനെ ഈ കേസ് നേരെ പോകുന്നത് കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്കാണ്. അവിടെ ഇയാൾ പറയുന്നത് ശരിയാണ്, അങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നു. അങ്ങനെ ഈ പോലീസ് തന്നെ ഈ ഒരു കേസ്, പഴയ കേസാണ്, ഇത് റീഓപ്പൺ ചെയ്ത് അന്വേഷണം ആരംഭിക്കുന്നു. അങ്ങനെ ഈ കഴിഞ്ഞ ഒരു വർഷം 2025 ജൂണിൽ തുടങ്ങിയ അന്വേഷണം ഈ ഒരു ജൂണിൽ എത്തി നിൽക്കുമ്പോഴാണ് നിർണായകമായിട്ടുള്ള ഒരു വിവരം, അതായത് ഈ കൂടരഞ്ഞിയിൽ മരണപ്പെട്ടത് ആരാണ് എന്നുള്ളൊരു നിർണായകമായിട്ടുള്ള വിവരമാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അത് പ്രകാരമാണെങ്കിൽ ഈ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള മോഹനൻ, 22 വയസ്സുകാരനാണ്. കണ്ണൂരിലെ കിഴക്കൻ മലയോര പ്രദേശത്ത് നിന്നുള്ള ഒരു വ്യക്തിയാണ് ഈ മോഹനൻ. ഇയാൾ ജോലി തേടിയാണ് ഈ കൂടരഞ്ഞിയിൽ എത്തുന്നത്. കൂടരഞ്ഞി എന്ന് പറയുന്നത് കോഴിക്കോട് വയനാട് ജില്ലകളുടെ അതിർത്തിയിൽ വരുന്ന, കോഴിക്കോട് ഏകദേശം വയനാടിനോട് അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ്. ഇവിടെ 1986 ഒരു ജോലി തേടി എത്തുന്നതാണ് ഈ മോഹനൻ എന്ന് പറയുന്ന വ്യക്തി. ഇയാൾ പറയുന്നത് പ്രകാരമാണെങ്കിൽ, അതായത് ഈ വെളിപ്പെടുത്തൽ നടത്തിയ മുഹമ്മദ് കൂടരഞ്ഞി സ്വദേശിയാണ്. കൂടരഞ്ഞി തൈപ്പറമ്പിൽ പൈലിയുടെ മകനായിട്ടുള്ള ആന്റണി എന്നായിരുന്നു ഇയാളുടെ ആദ്യകാലത്തിലെ പേര്. ഇയാൾ ഈ ചെറുപ്പകാലത്തിൽ തന്നെ ഒരു നിർധന കുടുംബത്തിൽ ജനിച്ചൊരു ചുറ്റുപാടുള്ളത് കൊണ്ട് തന്നെ ഈ ചെറുപ്രായത്തിൽ തന്നെ ജോലിക്കിറങ്ങി. അങ്ങനെ ഈ കൂടരഞ്ഞിയിലെ ഒരു വ്യക്തിയുടെ പുരയിടത്തിൽ, ദേവസ്യ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പുരയിടത്തിൽ ചെറിയ ജോലികൾ ചെയ്ത് കഴിയുന്നതിനിടെ ഇയാൾക്ക് അവിടെ ജോലി ചെയ്യാൻ വന്ന മറ്റൊരു വ്യക്തി, ആ വ്യക്തിയാണ് ഈ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള മോഹനൻ എന്ന് പറയുന്ന 22 വയസ്സുകാരൻ. ഇയാളുടെ ഭാഗത്ത് നിന്ന് ഒരു ലൈംഗികാതിക്രമം നേരിടേണ്ടി വരുന്നു. അങ്ങനെ ഈ ലൈംഗികാതിക്രമം നേരിടുന്ന അവിടെ നിന്ന് പിന്നീട് വീട്ടിലേക്ക് പോകുന്ന ഇയാൾ
2 ദിവസം കഴിഞ്ഞാണ് ഇയാളെ വീണ്ടും കാണുന്നത്. ആ സമയത്ത് ഈ പാടശേഖരത്തിൻ്റെ സൈഡിലെ നിലത്ത് അവിടെ കൃഷിപ്പണിയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്തുകൊണ്ട് നിന്ന് പുറംതിരിഞ്ഞ് നിന്ന ഇയാളെ ഈ 16 വയസ്സുണ്ടായിരുന്നു 1986. ഇയാൾക്ക് ഈ മുഹമ്മദിന് ഇപ്പോൾ 55 വയസ്സാണ്. അതിനുശേഷം ആ ഒരു സമയത്ത് 16 വയസ്സാണ്. അപ്പോൾ ജുവനൈൽ നിയമങ്ങളാണ് ഈ കേസിനെ ബാധിക്കുക. അതാണ് ഇതിലെ സങ്കീർണതകളെന്ന് പറയുന്നത്. അങ്ങനെ ഇയാൾ ഈ പുറംതിരിഞ്ഞ് നിൽക്കുന്ന മോഹനനെ പിന്നിൽ നിന്ന് ചവിട്ടി അവിടെയുള്ള ഒരു കൈത്തോട്ടിലേക്ക് വീഴ്ത്തുന്നു. അങ്ങനെ കൈത്തോട്ടിൽ വീണ് കിടക്കുമ്പോൾ മുഹമ്മദ് നേരെ വീട്ടിലേക്ക് പോകുന്നു. പിന്നീട് 2 ദിവസം കഴിഞ്ഞാണ് ഇത്തരത്തിൽ ഇങ്ങനെ തോട്ടിൽ വീണ് കിടന്ന ഒരാൾ മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത ഇയാളും അറിയുന്നത്. അത് സാധാരണഗതിയിൽ ഇങ്ങനെ ആ സമയത്ത് നമ്മുടെ ഡിജിറ്റൽ മീഡിയ അല്ലെങ്കിൽ മൊബൈൽ ഫോണുകളൊന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടമാണ്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു മിസ്സിംഗ് കേസ് വന്നാൽ അയാളുടെ ഫോട്ടോ ഈ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചാൽ എന്തെങ്കിലും തുമ്പ് കിട്ടും. പക്ഷേ അന്നത്തെ കാലത്ത് പത്രങ്ങൾ മാത്രമാണ് ഒരു മാധ്യമമെന്ന് പറയുന്ന കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഈ പത്രത്തിൽ ഫോട്ടോ ഒന്നും വന്നില്ല. ഒരു ഒറ്റ 2 കോളം, അതായത് 2 വരിയുള്ള ഒരു വാർത്തയിൽ മാത്രം ആ ഒരു മരണം, അജ്ഞാത മൃതദേഹം കണ്ടെത്തി എന്നൊരു വാർത്തയിൽ അത് ഒതുങ്ങിപ്പോയി. പിന്നീട് ഇയാൾ അവിടെ നിന്ന് കോഴിക്കോട്ടേക്ക് വരുന്നു. കോഴിക്കോട് മാർക്കറ്റ് ഭാഗത്ത് ചുമട്ട് തൊഴിലാളിയായിട്ട് ജോലി ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് കോഴിക്കോട് താമസിച്ച് വരുന്നതിനിടെയാണ് 1989 സെപ്റ്റംബർ 24-ാം തീയതി ഇയാൾ ഈ കഞ്ചാവ് ബാബു എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് പണമിടപാടുമായി ബന്ധപ്പെട്ടൊരു തർക്കമുണ്ടായിരുന്ന അജ്ഞാതനായ ഒരു വ്യക്തി, ഇയാൾ ഈ കോഴിക്കോട് വെള്ളയിൽ ബീച്ചിലിരിക്കുന്ന സമയത്ത് ഇവർ 2 പേരും കൂടി അങ്ങോട്ടേക്ക് പോകുന്നു. അങ്ങനെ ഇയാളെ ആക്രമിക്കുന്നു. ഇയാളെ മണ്ണിൽ മുഖം പൂഴ്ത്തി കൊലപ്പെടുത്തുന്നു. ഈ ഒരു സംഭവത്തിനും പിറ്റേ ദിവസം മലയാള മനോരമയിൽ വന്ന ഒരു വാർത്ത തന്നെയാണ് അന്വേഷണ സംഘത്തിന് ഏറ്റവും നിർണായകമായത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, അന്ന് മനോരമയിൽ വന്നൊരു വാർത്ത കോഴിക്കോട് വെള്ളയിൽ ബീച്ച് ഗാന്ധി ജംഗ്ഷന് സമീപമുള്ള ബീച്ചിൽ ഒരു വ്യക്തിയുടെ, അജ്ഞാതമായിട്ടുള്ള ഒരു വ്യക്തിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. ഇയാളുടെ ചെവിയിലും മൂക്കിലും കൂടി രക്തം ഒലിച്ചിറങ്ങുന്ന നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. അന്ന് ആരാണെന്നറിയില്ല. അയാൾ ഇപ്പോഴും ആരാണ് മരണപ്പെട്ടതെന്നറിയില്ല. അങ്ങനെ ഈ കൂടരഞ്ഞിയിൽ ഇവിടെ നിന്ന് കോഴിക്കോടെത്തുന്ന മുഹമ്മദ് അവിടെ കുറച്ചു കാലം ചിലവഴിക്കുന്നു. മുഹമ്മദ് എന്നല്ല ആ ഒരു സമയത്ത് പേര്, ആൻ്റണി എന്നാണ് അയാളുടെ പേര്. അതിനുശേഷം തിരികെ കൂടരഞ്ഞിയിലേക്ക് തിരികെ വരുന്നു. പിന്നീട് ഈ കഞ്ചാവ് ബാബുവുമായിട്ടോ അല്ലെങ്കിൽ ആ കൊലപാതക കേസിൽ അല്ലെങ്കിൽ ആ മരണപ്പെട്ട ആള് ആരാണെന്നോ അറിയാതെ ഇയാൾ നേരെ കൂടരഞ്ഞിയിലേക്ക് വരുന്നു. കൂടരഞ്ഞിയിലെത്തിയ ഇയാൾ വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിച്ച് അധിക നാൾ താമസിയാതെ തന്നെ 2 കുഞ്ഞുങ്ങളുണ്ട്. ഇതിനിടെ ആ ഒരു വിവാഹ ജീവിതം താറുമാറാകുന്നു. പിന്നീട് മുഹമ്മദ് ഈ 2 കുഞ്ഞുങ്ങളുമായിട്ട്, ആ ഭാര്യ വേറൊരാളുടെ ഒപ്പം പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഈ 2 മക്കളുമായിട്ട് മുഹമ്മദ് നേരെ പോകുന്നത് മലപ്പുറം ജില്ലയിലെ വേങ്ങരയിലേക്കാണ്. വേങ്ങരയിൽ പോയി ഇയാൾ മതം മാറി ആൻ്റണി എന്ന പേര് ഉപേക്ഷിച്ച് മുഹമ്മദ് എന്ന പേര് സ്വീകരിക്കുന്നു. അങ്ങനെ മുഹമ്മദായിട്ട് അവിടെ കഴിയുന്നതിനിടെ ഇയാളുടെ കുടുംബത്തിൽ പലതരത്തിലുള്ള അനർത്ഥങ്ങൾ ഉണ്ടാകുന്നു. ഇയാൾക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നില്ല. ഇയാളുടെ മൂത്ത മകൻ ഒരു വാഹനാപകടത്തിൽ കൊല്ലപ്പെടുന്നു. ഇളയ മകന് വാഹനാപകടത്തിൽ പരിക്കേൽക്കുന്നു. അങ്ങനെ കുടുംബത്തിൽ വിട്ടൊഴിയാതെ പ്രശ്നങ്ങൾ വന്ന ഒരു സാഹചര്യത്തിലാണ് മുഹമ്മദ്, ഒരു കൂലിത്തൊഴിലാളിയായിട്ട് ജോലി ചെയ്യുന്ന മുഹമ്മദ്, ഈ 2025 ജൂൺ മാസം 5-ാം തീയതി ഈ വേങ്ങര പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കുറ്റസമ്മതവുമായിട്ട് വരുന്നത്. അങ്ങനെയാണ് ഈ കേസ് തിരുവമ്പാടി പോലീസിന് കൈമാറി. തിരുവമ്പാടി പോലീസിൻ്റെ അന്വേഷണം ആദ്യഘട്ടത്തിൽ തന്നെ വളരെ ശരിയായ രീതിയിലായിരുന്നു. അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, ഇവർ കൃത്യമായിട്ട് RDO രേഖകളൊക്കെ തേടിപ്പോയെങ്കിലും അതിലൊന്നും കൃത്യമായിട്ടുള്ളൊരു തെളിവ്, ഈ മരണപ്പെട്ട ആളിലേക്ക് എത്താനുള്ള തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ രേഖാചിത്രം, മുഹമ്മദ് പറഞ്ഞ സൂചനകളിൽ നിന്ന് ലഭിച്ച രേഖാചിത്രം, അതോടൊപ്പം തന്നെ ഏതോ ഒരു പോസ്റ്റ്മോർട്ടം, അന്നത്തെ ഏതോ മെഡിക്കൽ രേഖകൾ, അത് വെച്ച് തിരുവമ്പാടി പോലീസ് നടത്തിയ അന്വേഷണം, ആ രേഖാചിത്രമാണ് നിർണായകമായത്. അതിൽ ഈ കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിൽ നിന്ന് ഇയാളുടെ സഹോദരി എന്ന് അവകാശപ്പെടുന്ന രാധ എന്ന് പറയുന്നൊരു സ്ത്രീ തിരുവമ്പാടി പോലീസിനെ ബന്ധപ്പെടുന്നു. ഈ 1986 നവംബർ കാലയളവിൽ തങ്ങളുടെ കുടുംബത്തിലെ തങ്ങളുടെ സഹോദരൻ ഇത്തരത്തിൽ മരണപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് വിവരം ലഭിക്കുന്നത് ഈ സംഭവം നടന്ന 1.5 മാസങ്ങൾക്ക് ശേഷമാണ്. അതിനോടൊപ്പം തന്നെ ആ ഒരു മൃതദേഹം ദഹിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ മരണപ്പെട്ടത് എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ദുരൂഹതയുണ്ടോ, അന്നത്തെ സാഹചര്യം, സാമൂഹിക ചുറ്റുപാട് അങ്ങനെയാണ് തിരുവമ്പാടി പോലീസിന് ഇങ്ങനെ ഒരു നിർണായക വിവരം കിട്ടുന്നതും. ഇതിനിടെ മുഹമ്മദ് അന്ന് നടത്തിയ 2025 ജൂൺ 5-ന് നടത്തിയ വെളിപ്പെടുത്തലിനെ തുടർന്ന് കൃത്യമായിട്ട് പോലീസ് അന്വേഷണം പോയി. ഇയാൾ റിമാൻഡിലാകുന്നു. പിന്നീട് 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ജാമ്യം കിട്ടുമെന്നാണ്. അപ്പോൾ ഈ ആരാണ് മരണപ്പെട്ടതെന്ന് പോലും അറിയാത്തൊരു കേസിൽ സ്വാഭാവികമായിട്ടും ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസിന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടി നാട്ടിലേക്ക് മടങ്ങി. ഇപ്പോൾ മാധ്യമങ്ങളെല്ലാം ഇങ്ങനൊരു വാർത്ത യാഥാർത്ഥ്യമായിരിക്കുന്നു, അന്ന്
അവിടെ കൂടരഞ്ഞിയിൽ മരണപ്പെട്ട ഒരു വ്യക്തിയുണ്ട്, അയാളുടെ പേര് മോഹനൻ എന്നാണ് എന്ന് സ്ഥിരീകരിക്കുമ്പോൾ ഏറ്റവും വലിയ ആശ്വാസം ഇയാൾക്ക് തന്നെയാണ്. കാരണം അന്ന് ആളിപ്പോൾ പറയുന്നത് ഒരുപക്ഷെ നമുക്ക് മാനസിക നില തെറ്റിയ ഒരാൾ പറയുന്നതായിട്ട് തോന്നാമെങ്കിലും ഒരുപക്ഷെ ഇയാൾ അനുഭവിച്ചിട്ടുള്ള വേദന ഇതിലേറെ ഭീകരമായിരിക്കാം. ഇയാൾ പറയുന്നത് ഇപ്പോൾ ആ ഒരു കുടുംബത്തിന് ഒരുപക്ഷെ ആ ഒരു കുടുംബം അങ്ങനെ ഒരാളെ കാണാതായി എന്നൊരു നിഗമനത്തിൽ മാത്രം ഇത്ര കാലം കഴിച്ചു കൂട്ടിക്കൊണ്ടിരുന്ന ഒരവസ്ഥ, ആ ഒരു അവസ്ഥയിൽ അവർക്ക് ആ ഒരു മനുഷ്യൻ മരണപ്പെട്ടു, ഇനി അയാളുടെ ശേഷക്രിയ ചെയ്യാനെങ്കിലും ആ ഒരു വിവരം അല്ലെങ്കിൽ തൻ്റെ കുറ്റസമ്മതം ഉപകരിക്കുമെന്നാണ് ഇയാൾ പറയുന്നത്. എന്തായാലും ജാമ്യം കിട്ടിയ മുഹമ്മദ് വേങ്ങരയിലെ വീട്ടിലാണ്. ഇനി എന്താണ് പോലീസിൻ്റെ അടുത്ത നീക്കമെന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ പറഞ്ഞ പോലെ വേങ്ങര പോലീസിൽ നിന്ന് തിരുവമ്പാടി പോലീസാണ് ഈ കൂടരഞ്ഞിയിലെ കൊലപാതകം അന്വേഷിച്ചത്. ഇപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യം, അന്ന് 1989 സെപ്റ്റംബർ മാസം 24-ാം തീയതി കോഴിക്കോട് ജില്ലയിലെ വെള്ളയിൽ ബീച്ചിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയ അജ്ഞാതൻ ആര്, അല്ലെങ്കിൽ ഈ മുഹമ്മദിനൊപ്പം അന്ന് ഈ കൃത്യത്തിൽ പങ്കാളിയായിട്ടുള്ള കഞ്ചാവ് ബാബു എന്ന് പറയുന്ന വ്യക്തി ആരാണ്? ഈ രണ്ട് ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം കിട്ടാത്ത പക്ഷം ഇതിനി കേരള പോലീസിനെ വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കും. എന്തായാലും ഇത്ര ഏകദേശം 39 വർഷമായിരുന്നു 2025, ഇപ്പോൾ 40 വർഷത്തിലേക്ക് കടക്കുന്ന ഒരു സ്വാഭാവികമായിട്ടൊരു മരണം മാത്രമെന്ന് കരുതി ഇയാൾക്ക് അപസ്മാരം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അപസ്മാരം വന്ന് തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഒരു അജ്ഞാത മൃതദേഹം അതൊരു കൊലപാതകമാണ് എന്ന വെളിപ്പെടുത്തലാണെങ്കിൽ പോലും അത് കൃത്യമായ രീതിയിൽ അന്വേഷിച്ച് അത് മരണപ്പെട്ട ആളിലേക്ക് എത്തിയ കേരള പോലീസിൻ്റെ കുറ്റാന്വേഷണ മികവ് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അതേസമയം ഈ വെള്ളയിൽ ബീച്ചിലെ കൊലപാതകം ഇനിയും കേരള പോലീസിനെ വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കും. ശരി.